നമ്മുടെ കയ്യിലിരിക്കുന്ന കണ്ടോ, ഇത് തഴുതാമ മുട്ടയും കൂടെ തോരൻ വെച്ചതാണ്. അതെങ്ങനെ വെച്ചെന്ന് കാണണ്ടേ? അതിനു മുമ്പ് തഴുതാമ എന്താണെന്ന് അറിയണ്ടേ? അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് തഴുതാമ പരിചയപ്പെടുത്താം. തഴുതാമയുടെ പേര്, വേറൊരു പേരും കൂടെ ഉണ്ട് തഴുതാമയ്ക്ക്, പുനർനവ. പുനർനവ എന്ന് പറഞ്ഞാൽ വീണ്ടും നവമായ ജീവൻ നൽകുന്നത്. അപ്പം നമുക്ക് അസുഖമുള്ളവർക്ക്, ക്ഷീണമുള്ളവർക്ക്, പിന്നെ വിളർച്ച അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ധാതുക്കളും മിനറൽസും നിറച്ചുള്ള ഈ തഴുതാമ തോരൻ വെച്ച് കൂട്ടുന്നത് നല്ലതാണ്. പതിവായിട്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊന്ന്, പതിവായെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 4 നേരം എന്നല്ല, ആഴ്ചയിലൊന്ന് ആയിട്ട് നമ്മൾ ഇത് ഒരു നിഷ്ഠയോടെ കറി വെച്ച് കൂട്ടിയാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതിരിക്കും, ഉള്ള അസുഖങ്ങൾ മാറിക്കിട്ടും. അപ്പം നമുക്ക് ഈ തഴുതാമ തോരനൊന്ന് പരിചയപ്പെടാം. ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. തഴുതാമ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അതൊന്ന് പറയാം. പുനർനവ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്നാ പുതുതായിട്ട് ജീവൻ തരുന്നത് അല്ലേ. അങ്ങനെ ഒരു നവജീവൻ നൽകുന്നത് ഒരു ഔഷധ ചെടിയാണ് ഈ പുനർനവ അല്ലെങ്കിൽ തഴുതാമ. വേറെ പേര് കാണുമായിരിക്കും കേട്ടോ. പണ്ടൊക്കെ ആയുർവേദത്തിലൊക്കെ പേരിടുമ്പം അതനുസരിച്ച് അത് അർത്ഥമുള്ള പേരായിരുന്നല്ലോ. അപ്പം പുനർനവ, വീണ്ടും ജീവൻ നൽകുന്നത്, നവമായി ജീവൻ നൽകുന്നത്, അതാണ് പുനർനവ. നവമായ നമുക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ ക്ഷീണം, പിന്നെ രക്തക്കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രതിവിധിയാണിത്. രക്തക്കുറവുള്ളവരും പിന്നെ ചെവിയുടെ ബാലൻസിന് ഇതിനകത്ത് ഒത്തിരി മിനറൽസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പടർന്നു കിടക്കുന്നതും തഴുതാമയാണ്. ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസം ഓടിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കറി വെക്കും. വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോര് കൂട്ടിയാൽ, പുളി അധികം ചെന്നാൽ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ തഴുതാമ ചേർത്ത മോര് കറി, തഴുതാമ അരച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ കടുക് പൊട്ടിക്കുമ്പം അതിനകത്ത് ഇട്ടാലും കുഴപ്പമില്ല. ഇതിവിടെയുണ്ട്, ഈ വശത്തുനിന്ന് നോക്കിയാൽ ഇവിടെയുണ്ട്. ഇങ്ങനെ കാട് പോലെ ഉണ്ടായി വരുന്ന സാധനമാണ്. അപ്പോൾ ഒരു പരിചരണം ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള മൂലകങ്ങളും ധാതുക്കളും കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരു തഴുതാമ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഉത്സാഹിക്കണം. തഴുതാമയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ നട്ട് വെച്ചതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ അതിൻ്റെ അരി വീണും പൂ വീണും ഒക്കെ വീണ് തന്നെ കാറ്റി പറന്നോ, അല്ലെങ്കിൽ ഇതിന് തീരെ ചെറിയ അരിയാണ് തഴുതാമയുടെ പൂ കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അരികളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മണ്ണെടുത്തിട്ടപ്പം മണ്ണിൻ്റെ കൂടെയൊക്കെ ചട്ടിക്കകത്ത് വന്നായിരിക്കണം. തഴുതാമ വെള്ളത്തിലിട്ടു. ഇനി നമുക്കതൊന്ന് കഴുകി ഓരോ തണ്ടുമെടുത്ത് നോക്കിയിട്ടാണ് ഒടിച്ചെടുത്തത് എങ്കിൽ പോലും ഒന്നും കൂടെ ഓരോന്നെടുത്ത് നമുക്ക് നോക്കണം. പച്ചക്കറി ഇലക്കറിയൊക്കെ ആകുമ്പം അതിൽ പ്രാണികളോ മുട്ടയോ പുഴുവോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നും എടുക്കുമ്പം നോക്കണം. തഴുതാമ കറി വയ്ക്കാൻ വേണ്ടി തീ കത്തിച്ചു, ചട്ടി അടുപ്പത്ത് വെച്ചു. തഴുതാമ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുളകും തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇതല്പം മഞ്ഞൾ പൊടിയാണ്, മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയ്ക്കകത്തേക്കിടാം. ഉള്ളിയിൽ പകുതിയും ഇതിനകത്തേക്കിടാം. എന്നിട്ട് ഇതൊന്ന് തിരുമ്മി വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരയ്ക്കാം. ഇല ആയതുകൊണ്ടും അതിൻ്റെ ആവശ്യമില്ല. ഈ ഇല മൊത്തം ഇട്ടൊന്ന് തിരുമ്മിയാലും കുഴപ്പമില്ല. പിന്നെ മുരിഞ്ഞയില പോലെ ഇത് കട്ട പിടിക്കില്ലാത്തതുകൊണ്ട് തിരുമ്മിയിലും കുഴപ്പമില്ല. വെള്ളം പറ്റി നമുക്കല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇലക്കറിയല്ലേ, ഉറപ്പായിട്ടും എണ്ണ ചേർത്തിരിക്കണം, എങ്കിലേ അതിനകത്തുള്ള പല വിറ്റാമിനുകളും നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ പിടിക്കൊരല്പം വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് അത് ഈ വശത്തോട്ട് വെച്ചാൽ മറിഞ്ഞു വീണെങ്കിൽ, അതുകൊണ്ട് ഞാൻ ആ പിടി എപ്പോഴും അങ്ങോട്ട് വെക്കാൻ ശ്രദ്ധിക്കുന്നത്. കടുക് പൊട്ടി ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പകുതി നമ്മൾ തേങ്ങയ്ക്കകത്തിട്ട്
ആ എണ്ണ ഒന്ന് ചൂടാക്കാൻ മാത്രം, അല്ലാതെ ഒത്തിരി കടുക് അവസാനം കടുക് പൊട്ടിക്കുന്നത് പോലെ ഉള്ളിയൊന്നും അത്രയ്ക്ക് നോക്കണ്ട. ആദ്യം ആയതുകൊണ്ട് ഇത് തന്നെ അത് കിടന്ന് പോലെ നമുക്ക് ഇത് രണ്ടും ഒന്നിച്ച് തന്നെ ചേർക്കാം. ആദ്യം തേങ്ങ വേണേലും ചേർക്കാം, ആദ്യം ഇല വേണേലും ചേർക്കാം. രണ്ടും കൂടെ മിക്സായിട്ടും ചേർക്കാം. ഒട്ടും കുഴഞ്ഞു പോകുകയില്ലാത്തത് രണ്ടും കൂടെ മിക്സായിട്ട് ചേർക്കാം. തേങ്ങ ഒട്ടും ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തവരും തേങ്ങ കുറവുള്ളവരൊക്കെ തേങ്ങ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തഴുതാമ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇപ്പം തന്നെ ഇളക്കി, ഇനി ഇത് കുഴഞ്ഞു പോകത്തില്ല. തേങ്ങയും ഇലയും കൂടെ ഒന്നിച്ചതുകൊണ്ട് ഇനി നമുക്കൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ തവി കണ്ടില്ല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഇലക്കറികൾക്ക് ഉപ്പുള്ളതാണ്, ഇലക്കകത്ത് കുറച്ച് മിനറൽസ് ഉപ്പൊക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. വേനൽക്കാലമാണ്, വെള്ളത്തിലിട്ട് കഴുകി എടുത്തതായിട്ട് പോലും ഈ ഇലയൊന്നും ഒട്ടും ജലാംശമില്ല. മഴക്കാലത്താണെങ്കിൽ ഇതുപോലെ തുറന്ന് കിട്ടുകയില്ല. അപ്പം നമ്മൾ അല്പം കൂടെ ശ്രദ്ധിച്ച് ഇലയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഒരു 2 മിനിറ്റ് ഇവിടെ മൂടിയിരിക്കട്ടെ. നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പുണ്ടോയെന്ന് നോക്കാം. നന്നായിട്ട് തോർന്ന് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കുള്ള പോലെ കയ്പില്ല, പക്ഷേ വേറെ ഒരു ടേസ്റ്റ് ഉണ്ട്. തഴുതാമയുടെ ഒരു ടേസ്റ്റ്, വേറൊരു കയ്പല്ലാത്ത, മുരിങ്ങയിലേക്ക് ഒരു കയ്പല്ല, വേറൊരു ചവർപ്പുണ്ട്. അതിഷ്ടമില്ലാത്തവർക്ക് അത് മാറി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു മുട്ട ചേർക്കാം. നന്നായിട്ട് എണ്ണ ചേർത്തതായതും തേങ്ങയായിട്ടിട്ടതാണ് മുട്ട ചേർക്കണമെന്ന്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മുട്ട ചേർക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മുട്ട ചട്ടിയെ പിടിക്കാതിരിക്കാൻ മാത്രം ഒരല്പം എണ്ണ ഒഴിക്കാം. ഇനി ഈ നടുഭാഗത്തേക്ക് ഈ ഒരു മുട്ട കുടച്ചൊഴിക്കുക. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോഴിയിട്ട മുട്ടയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുനിന്ന് പഠിച്ചൊഴിച്ചെടുത്തത്. ഇനി ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. കറിക്ക് നമ്മൾ ഉപ്പിട്ടതാണല്ലോ. ഒരല്പം കുരുമുളക് പൊടി, എന്നിട്ട് ഞാനൊരു ഫോർക്കകത്ത് പോയത്, അത് കിട്ടിയില്ല. ഫോർക്കുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഫോർക്ക് കൊണ്ടാണെങ്കിൽ ഇത് നന്നായിട്ട് തേങ്ങാപ്പീര പോലെ തന്നെ വരും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം ഇളക്കിയാൽ മതി. നമ്മൾ ഇല കുറേശ്ശെ അതിനകത്തേക്ക് കയറ്റി നന്നായിട്ട് ഇളക്കി. ആ തേങ്ങാപ്പീര പോലെ തന്നെ ആയിക്കോളും മുട്ട. അല്ല പോഷക സമൃദ്ധമായ, അല്ല മിനറൽസും ധാതുക്കളും നിറഞ്ഞ, അതിലൂടെ മുട്ടയിട്ടപ്പം പ്രോട്ടീനുമായി നമുക്ക് നവമായ ഒരു ജീവൻ നൽകുന്ന, ക്ഷീണം, തളർച്ച, വിളർച്ച, രക്തക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക്, ചെവിയുടെ ബാലൻസ്, ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമായിട്ടുള്ളൊരു കറിയാണ് ഈ തഴുതാമത്തോരൻ. മുട്ടയും കൂടി ഇട്ടപ്പം സൂപ്പറായി. ഫുൾ എന്നാ സമ്പൂർണ്ണ ഒരാഹാരമായി. ഇതിൻ്റെ കൂടെ അല്പം ചോറ് കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാം. ഇനി കൂടുതൽ മുട്ട വേണമെന്നുള്ളവർക്ക് ഒരു മുട്ടയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ചോറൊന്നുമില്ല എന്ന് വിചാരിച്ചു, അപ്പോൾ ഇതിനകത്ത് ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതന്നെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കഴിക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിലൊരു സാലഡോ അല്ലെങ്കിൽ ഒരു പഴമോ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ ആഹാരമായി.
അപ്പോൾ 2 മുട്ട ഇടാൻ ഇഷ്ടമുള്ളവർക്ക് 2 മുട്ട വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചോറിന് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ട് മതി. ഓഫാക്കാം. മുട്ടയ്ക്ക് 1 മിനിറ്റ് നേരത്തെ വേവല്ലേ ഉള്ളൂ. ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. ചുമ്മാ തിന്നാം, ചോറിൻ്റെ കൂടെ കൂട്ടണമെന്നൊന്നുമില്ല. അതിന് ഞാനപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, നല്ല രുചിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും തഴുതാമ ഇല്ലാത്തൊരു തഴുതാമ കണ്ടുപിടിപ്പിക്കണം. തഴുതാമ ഉള്ളവരൊക്കെ ആഴ്ചയിലൊന്ന് വീതം തഴുതാമ കറി വയ്ക്കുക. ഈ തോരൻ ഞാൻ നിങ്ങളെ ഒന്ന് അടുത്ത് കാണിക്കാം. കണ്ടോ, ഇതിപ്പം തേങ്ങ ഇടാതെ 2 മുട്ട ഇട്ടാൽ ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങ ഇല്ലാത്തവർ തേങ്ങ ഇടണ്ട. മുട്ടയാണെങ്കിൽ നല്ല സമ്പൂർണ്ണ ആഹാരമാണ്. അപ്പം നമുക്ക് മുട്ടയും തഴുതാമയും കൂടി ഇതുപോലെ തോരൻ വെച്ച് കൂട്ടാം. അടുത്ത് കണ്ടല്ലോ, നല്ല സൂപ്പർ കറിയല്ലേ. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ ചോറ് കണ്ടോ, ചോറ്, തഴുതാമ, അല്പം തൈര്, വാഴപ്പിണ്ടി അച്ചാർ, മാമ്പഴ പുളിശ്ശേരി. അപ്പം ചോറിന്